ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE 8ാം ക്ലാസ്സിലെ എക്സൈസ് 2.2ലെ ക്വസ്റ്റ്യൻ നമ്പർ 1 അഥവാ നമ്മുടെ ലീനിയർ ഇക്വേഷൻസ് ഇൻ വൺ വേരിയബിൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സൈസ് 2.2ലെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. സോൾവ് ദ ഫോളോയിങ് ലീനിയർ ഇക്വേഷൻസ്. ഇതിൽ രണ്ട് പാർട്ടായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. രണ്ടും സോൾവ് ദ ഫോളോയിങ് ലീനിയർ ഇക്വേഷൻസ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു പാർട്ടിൽ 6 ക്വസ്റ്റ്യൻസും അടുത്തതിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ 6 ക്വസ്റ്റ്യൻസുകൾ സോൾവ് ചെയ്യാം. അടുത്ത സെക്ഷനായിട്ട് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുകളും സോൾവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ, x/2 - 1/5 is equal to x/3 + 1/4. ഞാൻ ഇവിടെ ക്രോസ് ചെയ്തു നോക്കിക്കോട്ടെ, ഓരോ സ്റ്റെപ്പുകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. x × 5 5x, മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ടു. 2 × 1 2, ഡിവൈഡഡ് ബൈ 2 × 5 10. ദെൻ x × 4 4x, പ്ലസ് 3 × 1 3, ഡിവൈഡഡ് ബൈ 3 × 4 12. ഇനി വീണ്ടും ക്രോസ് ചെയ്യാം. ഓക്കെ, അതായത് ഈ 12നെ ഈ ഡിവൈഡ് ചെയ്യാനുള്ള 12 ഇപ്പുറത്തോട്ട് കൊണ്ടുവരും, അപ്പോൾ അത് ഇൻറ്റു ആവും. ഈ 10നെ ഇങ്ങോട്ട് കൊണ്ടുവരും, അപ്പോൾ അതും ഇൻറ്റു ആവും. ഇനി 12 × 5 ചെയ്യണം അല്ലേ? 12 × 5 ചെയ്യാം. 2 5s are 10, 1 and 16. Then 12 × 2 24 എന്നും കിട്ടും. ഓക്കെ, സോ 12 × 5 60x മൈനസ് 12 × 2 24 ഈക്വൽ ടു 10 × 4 40x പ്ലസ് 10 × 3 13. ദെൻ എക്സുകളൊക്കെ ഒന്നിച്ചാക്കാം. അതായത് ഈ 40xന് ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, അതിവിടെ പോസിറ്റീവാണ്. സൈൻ ഇല്ലെങ്കിൽ അത് പോസിറ്റീവാണ്. അത് ഇപ്പുറം വരുമ്പോൾ നെഗറ്റീവ് ആവും. ഈ -24നെ ഞാൻ ഇപ്പുറത്തോട്ടും കൊണ്ടുവന്നു, മൈനസ് ഇപ്പുറം വരുമ്പോൾ പ്ലസ് ആവും. ഇനി 60x നിന്ന് 40x പോയാൽ ബാക്കി എത്ര എക്സ് ഉണ്ടാവും? 20x ഉണ്ടാവും. ദെൻ 30 + 24 54 കിട്ടും. ദെൻ 20 ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക, ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇപ്പുറം വരുമ്പോൾ ഡിവിഷൻ ആവും. ഓക്കെ, സോ x ഈക്വൽ ടു 54/20. ഇതിനെ നമുക്ക് ചെറുതാക്കാം. രണ്ടും ഈവൺ നമ്പർ ആണ്, രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അഥവാ 54ൻ്റെ പകുതി 27 ആണ്, 20ൻ്റെ പകുതി 10 ആണ്. ഇനി രണ്ടിലും കോമൺ ആയിട്ടൊരു നമ്പർ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ വെച്ച് നിർത്താം. ഓക്കെ, സോ ദ ആൻസർ ഈസ് 27/10 എന്ന് കിട്ടും. ഓക്കെ, ഈ ലീനിയർ ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 27/10 ആണ്. ഇനി രണ്ടാമത്തെ ലീനിയർ ഇക്വേഷൻ നോക്കാം നമുക്ക്. ഓക്കെ, n/2 - 3n/4 + 5n/6 = 21. ഇവിടെ എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ നമുക്കൊന്ന് സെയിം ആക്കാം. ഇവിടെ 2 ആണ്, 4 ആണ്, 6 ആണ്. എല്ലാത്തിനെയും നമുക്ക് ഇതിൻ്റെ LCM ആയിട്ടുള്ള 12 ആക്കാം. 12ൻ്റെ 12ൻ്റെ ഒരു ഫാക്ടറാണ് 2 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 2ൻ്റെ ഒരു മൾട്ടിപ്പിളാണ് 12, 4ൻ്റെ മൾട്ടിപ്പിളാണ് 12, 6ൻ്റെ മൾട്ടിപ്പിളാണ് 12. കാരണം എന്തുകൊണ്ടാണ് 12 എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4നെ നമുക്ക് എന്തുകൊണ്ടെങ്കിലും മൾട്ടിപ്ലൈ ചെയ്താണ്ട് 6 ആക്കാൻ പറ്റില്ല. 2നെ നമുക്ക് 2 × 3 ചെയ്യാം. 4നെ എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 6 ആക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാത്തിനെയും ഒരേപോലെ ഡിനോമിനേറ്റർ മാറ്റാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ നമ്പറിനെ ഞാൻ 6 കൊണ്ട്, അതാണ് n × 6. താഴെ മാത്രം ഗുണിച്ചാൽ പോരാ, മുകളിലും ഗുണിക്കണം. n × 6 2 × 6, 3n × 4 × 3 ആണ് 12. അപ്പം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് 6 × 2 ആണ് 12. അപ്പം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. n × 6 nx ആണ്, 3n × 3 9n ആണ്, 5n × 2 10n ആണ്. ഇവിടെ എല്ലാം ഡിനോമിനേറ്റർ എന്തായി? 12 ആയി. ഇനി ഒറ്റ ഡിനോമിനേറ്റർ എടുത്താൽ മതി. ഓക്കെ, ഡിനോമിനേറ്റർ സെയിം ആയാൽ നമുക്കൊരു സിംഗിൾ ഡിനോമിനേറ്റർ എടുത്താൽ മതി. ഇനി 6n - 9n + 10n. ഓക്കെ, അപ്പോൾ ആദ്യം പോസിറ്റീവ് നമ്പറുകൾ കൂട്ടാം. 10ഉം 6ഉം 16. 16ന്ന് 9 പോകണം, 7. ഓക്കെ, അപ്പോൾ 7n/12 എന്നുള്ളത് /12നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു, അപ്പോൾ ഇൻറ്റു ആവും. ഹരിക്കാനുള്ള പ്രകാരം ഇൻറ്റു ആവും. ഇത് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 7നെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ അത് ഡിവൈഡ് ആവും. അപ്പോൾ എനിക്ക് ഈ 21നെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ n ഈക്വൽ ടു 21 × 12/7. 21ൽ എത്ര 7 ഉണ്ട്? 3 ഉണ്ട്. ദെൻ 3 × 12 ചെയ്താൽ മതി, ആൻഡ് ദാറ്റ് ഈസ് 36. അപ്പോൾ ഇവിടുത്തെ n-ൻ്റെ വാല്യൂ എത്രയാ? 36. ഇവിടുത്തെ n-ൻ്റെ വാല്യൂ എത്രയാ? 36. ഇനി മൂന്നാമത് എല്ലാം ഒറ്റടി കൊടുത്തൂല. ഓക്കെ, മൂന്നാമത്തത് x + 7
മൈനസ് 8x/3 ഈക്വൽ ടു 17/6 മൈനസ് 5x/2 ആണ്. ഞാൻ എക്സുകളെല്ലാം ഒന്നിച്ചാക്കി. ഫസ്റ്റ് ഞാൻ കാട്ടിയത് എന്താണ്? എക്സുകളെല്ലാം ഒന്നിച്ചാക്കി, അഥവാ എക്സ് ഇവിടെ നിർത്തി. ഈ 7 ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി. 7 ഇവിടെ പോസിറ്റീവ് ആണ്, ഇപ്പോൾ വന്നപ്പോൾ മൈനസ് ആയി. മൈനസ് 8x/3 അവിടെ നിർത്തി. ഈ മൈനസ് 5x/2 ഇപ്പുറത്ത് കൊടുന്നപ്പോൾ അത് പ്ലസ് 5x/2 ആയി. പിന്നെ 17/6 അവിടെ ഉണ്ട്, പ്ലസ് 7 ഇപ്പുറം വന്നപ്പോൾ മൈനസ് 7 ആയി. ഇനി എല്ലാത്തിനെയും നമുക്ക് ഡിനോമിനേറ്റർ 6 മാറ്റാം. എക്സിൻ്റെ ഡിനോമിനേറ്റർ 1 ആണ്. ഏതൊരു നമ്പറിൻ്റെയും താഴെ 1 ഉണ്ടാവും. 3നെ നമുക്ക് 2 ആക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ 2നെ നമുക്ക് 3 ആക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്തു? എല്ലാത്തിനെയും 6 ആക്കാൻ പറ്റും. ഓക്കെ, സോ 1 × 6 6 ആണ്, അപ്പോൾ മുകളിലും ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3 × 2 ആണ് 6, അപ്പോൾ മുകളിലും ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 8x × 2. 2 × 3 ആണ് 6, അപ്പോൾ മുകളിലും ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 17/6 മൈനസ് 7/1 എന്നും കൊടുത്തു. ഇപ്പോൾ 6 × x 6x, 8x × 2 2 8 16, അപ്പോൾ 16x, i 3 15, അപ്പോൾ 15x. ഡിനോമിനേറ്റർ സെയിം ആയി അല്ലേ? ഇവിടെ അതേപോലെ തന്നെ ക്രോസ് ചെയ്തു. 7 × 1 17 മൈനസ് 6 × 7 42. ഇനി 17 മൈനസ് 42 ചെയ്യുമ്പോൾ 42 ഒന്ന് 17 മൈനസ് ചെയ്യുക, കാരണം വലുതെന്ന് ചെറുത് മൈനസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. 12 ആവും ഇവിടെ. 12 എന്ന് 7 പോയാൽ 5 കിട്ടും. ഇവിടെ ഇനി 3 ഉണ്ടാവുള്ളൂ. 3 എന്ന് 1 പോയാൽ 2 കിട്ടും. വലുതിൻ്റെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് 25/6 എന്ന് വന്നത്. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ആദ്യം 6ഉം 15ഉം കൂട്ടി. ഓക്കെ, അപ്പോൾ എത്രയാ? 21. 21 16 മൈനസ് ചെയ്തു, അപ്പോൾ എത്ര കിട്ടി? 5x. ഈ ബൈ 6നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, അപ്പോൾ അത് ഇൻറ്റു 6 ആയി. അപ്പോൾ ഈ 6ഉം ഈ 6ഉം ക്യാൻസലായി. ഇനി ഈ 5x-നെ ഞാൻ 5നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറം വരുമ്പോൾ ഡിവിഷൻ ആവും. സോ മൈനസ് 25/5 എത്ര കിട്ടും? 25/5 5 ആണ്. ഒരെണ്ണം നെഗറ്റീവ് ആയാൽ ആൻസറും നെഗറ്റീവ് ആവും. സോ ദാറ്റ് ഈസ് -5. ഓക്കെ, ഇനി നാലാമത്തെ നോക്കാം നമുക്ക്. x-5/3 ഈക്വൽ ടു x-3/5 ക്രോസ് ചെയ്തു. ഈ 5 ഡിവൈഡ് ചെയ്യാനുള്ള 5 ഇങ്ങോട്ട് വന്നപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയി. ഇവിടെ 3യും മൾട്ടിപ്ലിക്കേഷൻ ആയി. സോ 5 × x 5x മൈനസ് 5 × 5 25. 3 × x 3x മൈനസ് 3 × 3 9. കണ്ടോ? ഇനി ഈ 3x-നെ ഇങ്ങോട്ടും കൊടുന്നു, 25നെ ഇപ്പുറത്തോട്ടും കൊണ്ടുപോയി. 3x ഇവിടെ പോസിറ്റീവ് ആണ്, ഇപ്പുറം വന്നപ്പോൾ മൈനസ് ആയി. 25 ഇവിടെ മൈനസ് ആണ്, ഇപ്പുറം വന്നപ്പോൾ പോസിറ്റീവായി. 5x നിന്ന് 3x പോയാൽ ബാക്കി 2x ഉണ്ടാവും. 25 നിന്ന് 9 പോയാൽ ബാക്കി 16 ഉണ്ടാവും. ഇനി ഈ 2നെ ഇപ്പുറത്ത് കൊണ്ടുവരാം. ഇതിവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇപ്പുറം വരുമ്പോൾ ഡിവിഷൻ ആവും. 16/2 8 എന്നും കിട്ടും. എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പോൾ x = 8 എന്ന് കിട്ടും. ദെൻ അഞ്ചാമത്തത് 3t - 2 / 4 2t + 3/3 = 2/3 - t. ഓക്കെ, ഞാനിവിടെ ക്രോസ് ചെയ്തു കേട്ടോ. ഈ 3t - 2 മക്കളെ നമ്മൾ ക്രോസ് ചെയ്യുമ്പോഴേ ഒന്നിൽ കൂടുതൽ ടേം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ബ്രാക്കറ്റിൽ ഇടണം. അപ്പോൾ 3t - 2 × 3 എന്ന് പറഞ്ഞാൽ ഈ 3t - 2നെ കംപ്ലീറ്റ് ആയിട്ടാണ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 3t - 2നെ ബ്രാക്കറ്റിൽ ഇടണം. ഇവിടെ അതേപോലെ തന്നെ 2t + 3നെയാണ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ അതിനെ ബ്രാക്കറ്റിൽ ഇടണം. 4 × 3 12. ഓക്കെ, ഇവിടെ 2/3 മൈനസ് t/1 എന്ന് കൊടുത്തു, ഡിനോമിനേറ്റർ 1 ആക്കി. ഇനി ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം കേട്ടോ. 3 × 3 9, ഒരു t ഉണ്ട്, അപ്പോൾ 9t. മൈനസ് ആണ്, മൈനസ് ഇട്ടു. 3 × 2 6. അടുത്ത് -4 × 2 -8t. -4 × 3 -12. ഇവിടുത്തെ സൈൻ ശ്രദ്ധിക്കണം കേട്ടോ, ഇത് വെറും 4 അല്ല, -4 ആണ്. അതുകൊണ്ടാണ് അവിടെ മൈനസ് ആയത്. നോക്കി, ഒരു മൈനസ് വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്താവും? മൈനസ് ആവും. ഇനി ഇവിടെ ഞാൻ ഇതേപോലെ ക്രോസ് ചെയ്തു. 2 × 1 2 ആണ്, -3 × t 3t ആണ്, 3 × 1 3 ആണ്. ഓക്കെ, 9t നിന്ന് 8t മൈനസ് ചെയ്താൽ നോക്കി, 9t നിന്ന് 8t മൈനസ് ആയാൽ 1t. ഓക്കെ, -6 -12 രണ്ടും നെഗറ്റീവ് ആയാൽ സംഖ്യകൾ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. അപ്പോൾ 12ഉം 6ഉം 18 -18. ഇവിടെ 12 2 - 3t = 3 എന്ന് വരും. ഇനി നമുക്ക് ഈ 12നെയും ഈ 3നെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാം. 3 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 3 × ഞാൻ നേരത്തെ പറഞ്ഞു ഒന്നിൽ കൂടുതൽ ടേം ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇടുക. 12നെ അങ്ങോട്ടും കൊണ്ടുപോയി. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 3 × t 3t -3 × 18 54 വരും. 3 × 24, ഒരു 3 3 2 5. 12 × 2 24 -12 × 3 36t.
ഈ -36t അപ്പുറം കൊണ്ടുപോയി, അപ്പോൾ അത് പ്ലസ് ആവും. -54 അപ്പുറം കൊണ്ടുവരുമ്പോൾ +54 ആവും. 3t 36t കൂട്ടിയാൽ 39t. ഇവിടെ 78 കിട്ടും. 24ക്ക് 54 നോക്കിയേ. 39 അല്ലേ 78 നോക്കിയേ. 39 × 2 ഓരോ 9 9 20 18 8 ഇഷ്ടം 3 ഒരു 3 3 3 6 1 7 കണ്ടോ. അപ്പോൾ ഈ 39 ഞാൻ ഇപ്പുറത്തോട്ട് കൊടുക്കുന്നു. അപ്പോൾ t = 78/39 t = 2 എന്ന് കിട്ടും. അപ്പോൾ t എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ദെൻ ഒരെണ്ണം കൂടി ഉണ്ട്, ആറാമത്തത്. m - m-1/2 1 - m-2/3. ഇവിടെ തന്നെ നമ്മൾ ക്രോസ് ചെയ്തു. m × 2 2 ഇവിടെ ഒരു 1 ഉണ്ടാവും കേട്ടോ. m × 2 2m മൈനസ് 1 × m-1 ഒന്നിൽ കൂടുതൽ ടേം ഉണ്ട്, മൈനസ് ഇട്ടു, എന്നിട്ട് ഒന്നിൽ കൂടുതൽ ടേം ഉണ്ട്, ബ്രാക്കറ്റ് ഇടണം. 1 × m-1 എന്താണ്? m-1 തന്നെയാണ്. 1 × 2 2. ദെൻ ഇവിടെ അതേപോലെ 1 × 3 3 ആണ്, മൈനസ് ഇവിടെ ഒരു 1 ഉണ്ടാവും, m-2 ബ്രാക്കറ്റിൽ ഇടുക. m-2 × 1 m-2. ഓക്കെ. ദെൻ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ബ്രാക്കറ്റിനുള്ളിലുള്ള പോസിറ്റീവ് നെഗറ്റീവ് ആകും, നെഗറ്റീവ് പോസിറ്റീവ് ആകും. അപ്പോൾ 2m ഇത് m എന്നുള്ളത് -m ആവും, -1 +1 ആവും. 3 - m -2 എന്താവും? +2 ആവും. ദെൻ 2m എന്ന് ഒരു m പോയാൽ m 2m എന്ന് ഒരു m പോയാൽ m +1. ഇവിടെ 3 + 2 5 ആണ്. 5 - m/3. ഇനി ക്രോസ് ചെയ്യാം. ഈ 3 ഇങ്ങോട്ടും ഈ 2 ഇങ്ങോട്ടും. 3 × m 3m + 3 × 1 3. 2 × 5 10 -2 × m 2m. ഇനി -2m ഇങ്ങോട്ടും കൊണ്ടുവരിക, ഈ 3 ഇങ്ങോട്ടും കൊണ്ടുപോവുക. -2m അപ്പുറം വരുമ്പോൾ +2m ആകും, +3 ഇപ്പുറം വരുമ്പോൾ -3 ആകുന്നതാണ്. 3m + 2m എത്ര m ആയി? 2mക്ക് 3m കൂട്ടിയാൽ 5m. 10 ന്ന് 3 പോയാൽ 7. ഇനി ഈ 5 ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. സോ m = 7/5. m എത്രയാ? 7/5. ഓക്കെ. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7/5 എന്നും കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലുള്ള ആ 6 ക്വസ്റ്റ്യൻസുകൾ. കുറച്ചും കൂടി ഉണ്ട് ഇതേപോലെ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ. സീ യു സൂൺ.